ഒരു നഗരം മുഴുവനും രാക്ഷസ പാമ്പുകളായി ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ പാമ്പുകൾ എങ്ങനെ വന്നു? ഇതിനു കാരണം ആര്? ഈ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള മൂവിയാണിത്. 2025 റിലീസായ ചൈനീസ് പടമാണ്. നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കം സിയാലാൻഡ് എന്ന് പറഞ്ഞൊരു നഗരമാണ് കാണിക്കുന്നത്. അവിടെ ആളുകളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ രാക്ഷസ പാമ്പ് വന്നിരിക്കുന്നു. ആ പാമ്പാണെങ്കിൽ അവിടുത്തെ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ചുറ്റുകയാണ്. ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോ. അത് കണ്ട് പേടിക്കുമ്പോൾ ഹീറോയുടെ മോള് വന്ന് പറയും, അച്ഛാ പേടിക്കേണ്ട, ഇതൊക്കെ ചുമ്മാ കാണിക്കുക, ഈ പാമ്പൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നു. അതിരിക്കട്ടെ, എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി, അച്ഛൻ എന്നെ കൊണ്ടുവിടുവോ? അതിന് പോകാമല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ സൈക്കിളെ കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഗ്യാസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കൊച്ചിനെ വെച്ചുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് നീനിയുടെ ടീച്ചറെ കാണും. അപ്പോൾ അവളെ അവിടെ ഇറക്കിയിട്ട് ഹീറോയുടെ സാധനങ്ങൾ വിൽക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ് ആ സമയം. അവിടെ തന്നെ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പാണെങ്കിൽ ലൈറ്റിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. ഈ സമയത്താണ് കടയുടെ ഓണറായ ജില്ലിനെ കാണിക്കുന്നത്. ജില്ലാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് ഹീറോ വന്ന് സംസാരിക്കാൻ വരും. ആ സമയത്താണ് ആ പാമ്പ് താഴേക്ക് വീഴുന്നത്. പാമ്പിനെ കണ്ട് അവൻ പേടിക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, ഇതെന്താ പാമ്പെന്ന്. അപ്പോൾ എടാ മണ്ട, ഇത് പാമ്പല്ലടാ, പ്ലാസ്റ്റിക് പാമ്പാടാ, ഇവിടുന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അവളെ വെളിയിലേക്ക് ഇറക്കും. ആ സമയത്ത് അവളുടെ മോള് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ അവളോട് ചോദിക്കും, നിന്റെ അച്ഛനല്ലേ അതെന്ന്. ചുരുക്കം പറഞ്ഞാൽ ഹീറോയ്ക്ക് 2 മക്കളാണ്. ഇളയമുള്ള പേര് നീതി, മൂത്ത പെണ്ണ് പേര് സിസി എന്നാണ്. സിസിയുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഇതല്ലേ നിന്റെ അച്ഛന്, ഈ അച്ഛൻ എന്താ ഈ കോലത്തേക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അവൾ സങ്കടത്തോടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അച്ഛൻ അവളെ കാണുന്നു. അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ് അച്ഛൻ വന്ന ഉടനെ അയാൾ വരുന്നു. വന്ന ഉടനെ ആ ഫോൺ കാണിക്കണം. ഫോണിനകത്താണ് പാട്ട് വെച്ചേക്കുന്നത്. അവൾക്ക് ദേഷ്യം വരികയാണ്. കാരണം മൂത്ത മോൾക്ക് അച്ഛന് ഇഷ്ടമല്ല. കാരണം അച്ഛൻ്റെ ഈ ജോലിയും ഈ പ്രവൃത്തിയൊക്കെ ആയിരുന്നു അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഗ്ലാസ് ചെല്ലുമ്പോൾ എല്ലാവരും കളിയാക്കുമായിരുന്നു. കാരണം അച്ഛൻ്റെ ഈ പ്രവൃത്തിയാണെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അവിടെ ഒരു റബ്ബർ പാമ്പിനെ വെക്കുന്നു. അവൾ പേടിച്ച് എഴുന്നേക്കും, പറയും, നീ അച്ഛനെ പോലെ പേടിത്തൊണ്ടിയാണോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവൾ ഒരുത്തന്നെ ഒരു അടി കൊടുക്കുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു അവിടെ ഒരു വലിയ പാമ്പ് വരികയും അവിടെയുള്ള പിള്ളേരെയെല്ലാം പാമ്പ് കടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും പേടിച്ച് അവിടുന്ന് ഓടുന്നുണ്ട്. ഓടുന്നതനുസരിച്ച് ബാക്കിയുള്ള പിള്ളേരെയെല്ലാം ഈ പാമ്പ് കൊല്ലുകയാണ്. അപ്പോൾ സിസി ഓടുകയാണ്. റോഡിൽ കൂടെ ഹീറോ വരികയാണ്. ആ സമയത്ത് എല്ലാവരും ക്യാമറ നോക്കണം. കാരണം കാലാവസ്ഥയിലുള്ള മാറ്റമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തായിരുന്നു റോഡ് പിളർന്ന് ഒരു ഭീമൻ പാമ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. ആ പാമ്പിനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. എല്ലാവരും ഈ പാമ്പ് കടിച്ചു കൊല്ലുകയാണ്. ഹീറോയെ കൊല്ലാനാണ് ഈ പാമ്പ് വരുന്നത്. ആ സമയത്ത് തന്നെയാണ് സിസി അവളുടെ അടുത്തേക്കാണ് ഈ പാമ്പ് വരുന്നത്, ഒരു ഭീമൻ പാമ്പ്. അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അച്ഛൻ ആ സമയത്ത് വന്നതുകൊണ്ട് തന്നെ ആ പാമ്പിൽ നിന്ന് അവളെ രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അവളെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്താണ് അവിടെ ഭീമാകരമായ വേറെയും പാമ്പുകളെ കാണുന്നത്. ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നു അവർക്ക് ഈ പാമ്പ് മാത്രമല്ല, ഈ ഭാഗത്ത് ഒരുപാട് പാമ്പുകൾ ഇത്രയും ഭീമാകരമായി വന്നിട്ടുണ്ടെന്ന്. നീനി നോക്കുമ്പോൾ താഴെ ഒരു ഓന്തിനെ എല്ലാവരും ചവിട്ടുന്ന കാണും. അവൾ ആ ഓന്തിനെ എടുത്ത് അവൾ ബാഗിനകത്തേക്ക് ഇടുന്നു. അപ്പോൾ അവളെ പിടിക്കാനായിട്ട് ആ പാമ്പ് അടുത്തേക്ക് വരുമ്പോൾ അത് കണ്ട് ഓടി വരുന്ന അച്ഛൻ മോളെ രക്ഷിക്കുന്നു. അവളുമായിട്ട് ഓടി ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ്. ആ ബിൽഡിങ്ങിനകത്ത് ഇവരെ പോലെ അകപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാളെയാണ് കാണിക്കുന്നത്. അയാളുടെ അടുത്തേക്ക് മറ്റൊരാൾ ഓടി വരികയാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം, ഈ പാമ്പ് ഇങ്ങനെ ഇത്രയും വലുതായെന്ന് അറിയില്ല, നമ്മൾ കാരണമാണ് ഈ പാമ്പ് ഇത്രയും വലുതായത്. ഈ പാമ്പ് ആൾക്കാരെ എല്ലാം കൊല്ലുകയാണ്, നമ്മൾ കാരണമല്ലേ, അതിനെ ഇല്ലാതാക്കണം. ഡേവിഡ് പറയുകയാണ്, ഈ പാമ്പുകളെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഡേവിഡ് അടുത്തിരിക്കുന്ന ആ പെണ്ണോട് ചോദിക്കുകയാണ്, ഈ പാമ്പുകളെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടായിരുന്ന കുറേ പേരെ ഈ പാമ്പ് ആക്രമിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെ എങ്ങനെയും കൊണ്ടുവരണം. അപ്പോൾ കുറേ പേരാണ് ഇപ്പം ബിൽഡിങ്ങിനകത്തേക്ക് പോയിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? അവരാണെങ്കിൽ എനിക്ക് ഒപ്പിട്ട് തന്നെ അവരെ വിടുവെന്ന്. കാരണം അവരുടെ സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വലിയ ബിൽഡിങ് പണിയാനാണ് ഇവരുടെ പ്ലാനിങ്. അടുത്ത സീനിൽ കാണിക്കുന്ന നിനിയാണ്. നിനിയുടെ കയ്യിലുള്ള ഓന്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ അവർ വൃത്തം വന്ന് പറയുകയാണ്, നമുക്ക് പോലും ഭക്ഷണമില്ല, ആ സമയത്താണോ ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ഡേവിഡാണ് അത് പറയുന്നത്, നിങ്ങൾ എനിക്ക് എല്ലാം ഒപ്പിട്ട് തരികയാണ്, നിങ്ങളെ വെറുതെ വിടാവുന്നത്. അവരുടെ വീടും സ്ഥലവും അയാൾക്ക് മേടിക്കാനാണ്. അപ്പോൾ തന്നെ ദില്ലി പറയുകയാണ്, ഇവർക്ക് നമ്മുടെ സ്ഥലം മേടിക്കാനാണ്, നമ്മൾ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? നമ്മുടെ സ്ഥലം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്, അത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. എനിക്ക് തന്നെ സംശയമുണ്ട്, ഈ പാമ്പുകളെയൊക്കെ വെച്ചത് ഇവർ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഇത്രയും ഭീമൻ പാമ്പുകാർ ഇവർ തന്നെയായിരിക്കും ഉണ്ടാക്കിയതെന്ന് പറയുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടി വെളിയിലേക്ക് ഇറങ്ങുവാനായി തീരുമാനിക്കുന്നു. അതിനായിട്ട് ഇവരെല്ലാവരും ഓരോ ഭാഗങ്ങളായി മാറി മാറി വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും ആ ഭീമൻ പാമ്പുകൾ അവരുടെ അടുത്തേക്ക് വരുന്നു. പട്ടാളക്കാരെല്ലാം വെടിവെക്കുന്നുണ്ടെങ്കിലും
അവരെയെല്ലാം ഈ പാമ്പ് കടിച്ചു കീറുകയാണ്. ഒരുവിധം ആൾക്കാർ രക്ഷപ്പെട്ടു ആ വീടുകളിലേക്ക് കയറിപ്പോവുകയാണ്. എന്നാൽ ഈ ബിസിനസ്സുകാരനായ ഇയാളാണ് ഇതിനെല്ലാം കാരണം. അതിനുശേഷം ഹീറോയും കുട്ടികളുമായിട്ട് അകത്ത് കയറാൻ നേരം ഇവർ കതക് തുറക്കുന്നില്ല. കാരണം ഈ പാമ്പ് അകത്തോട്ട് കയറുമെന്ന് ഇവർക്ക് പേടിയാണ്. എന്നാൽ ഹീറോ വിളിച്ചു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും തുറക്കാൻ. എന്നാൽ ഇവർ തുറക്കുന്നില്ല. പകരം വേറെ 2 പേര് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവർ സമ്മതിക്കുന്നുമില്ല. പെട്ടെന്ന് ഈ പാമ്പ് വേറെ ഓരോരുത്തരെ കൊല്ലുന്നത് കാണുമ്പോൾ ഇവർ പേടിക്കുകയാണ്. ഉടൻ തന്നെ ഹീറോയുടെ അടുത്തേക്ക് ആ പാമ്പ് അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വരുമ്പോൾ ഹീറോ പിള്ളേരെ രക്ഷിക്കുവാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒരുവിധം ഫൈറ്റ് ചെയ്ത് പാമ്പിൽ നിന്ന് മാറി നിൽക്കുന്നു. എങ്കിലും ആ പാമ്പ് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവളുടെ മോള് ഒരു ഫയർ എക്സൈസും വെച്ച് അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പാമ്പിന് കണ്ണ് കാണാൻ പറ്റില്ല. കുറച്ച് നേരമേ കാണാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ആ പിള്ളേരെ കൊണ്ട് പെട്ടെന്ന് തന്നെ മുറി തുറക്കുകയും അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പ്രായമായ ആ വ്യക്തി പറയുകയാണ്, ഞാൻ ജോലി ചെയ്ത അയാൾ തന്നെയാണ് നമ്മളെ ഈ ആപത്തിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോഴാണ് അവർ പറയുന്നത്, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പാമ്പ് വരും. ഇത് ഉടനെ തന്നെ ഈ പാമ്പ് അകത്തേക്ക് വരും. അതിന് വരെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറണം. അപ്പോൾ ഹെലികോപ്റ്റർ വരും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയാകും. അങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് പോയി ഹെലികോപ്റ്ററിന് കൈ കാണിക്കുകയാണ്. ആ സമയം തന്നെ അവിടേക്ക് ഭീമാകാരമായ ആ പാമ്പ് വരികയും ആ ഹെലികോപ്റ്ററോടെ തന്നെ ആ പാമ്പ് വിഴുങ്ങുകയും ചെയ്യുകയാണ്. അപ്പം തന്നെ ഒരു സ്ഫോടനം നടക്കുന്നുമുണ്ട്. അതിനുശേഷം വേറെയും പാമ്പുകൾ അടുത്തേക്ക് വരുമ്പോൾ അവർ ഒരുവിധം താഴേക്ക് ഇറങ്ങുകയാണ്. ഒരുവിധം അവർ വണ്ടിയെ കയറി രക്ഷപ്പെടുകയാണ്. ആ പ്രായമായ ആളാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പെട്രോൾ തീർന്നു പോകുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ പാമ്പ് വരും, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ട്രെയിൻ കാണുന്നത്. നമുക്ക് ആ ട്രെയിനിൽ പോയി രക്ഷപ്പെടാമെന്ന് പറയുന്നു. കാരണം ഇവർ അടുത്ത് തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുവാനാണ് തീരുമാനിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് ഒരു പട്ടാളക്കാരൻ വന്ന് ഡേവിഡിനോട് പറയാണ്, ആരും കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ ഡേവിഡിന് ദേഷ്യം വന്നൊരു കല്ലും കൊണ്ട് അദ്ദേഹത്തെ അടിച്ചതിന് ശേഷം അവിടെ ഒരു സാധനം ഓൺ ആക്കും. അപ്പോൾ വലിയൊരു സൗണ്ട് വെക്കും. അപ്പോൾ പാമ്പുകൾക്ക് ആ ശബ്ദം ഇഷ്ടമല്ല. പാമ്പുകളെല്ലാം വയലൻ്റ് ആകുകയും അവിടെയുള്ള ആൾക്കാരെ എല്ലാം കൊല്ലുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ ആ പ്രായമായ വ്യക്തി ട്രെയിൻ ഓടിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സിസിയെ കാണിക്കുന്നു. അവളാണ് വിശന്നിരിക്കുന്നതുകൊണ്ട് അച്ഛൻ ഒരു ലോലിപോപ്പ് അവളുടെ കൈ കൊടുക്കുകയാണ്. അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് വേറൊരാൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അതുമാത്രമല്ല അവിടെ സീറ്റുകളിൽ നിന്ന് വേറെയും കുറേ പേര് ഇറങ്ങി വരികയാണ്. ഇവരെല്ലാം വിചാരിച്ചേക്കുന്നത് ഈ ട്രെയിനകത്ത് പാമ്പുകളില്ലെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഈ ട്രെയിനിനകത്ത് നിറയെ പാമ്പുകളുണ്ട്. ഇത് ഇവർക്ക് അറിയില്ല. ആ സമയത്താണ് ഒരാൾ ഇങ്ങനെ ഓടി വരുന്നത് കാണുന്നത്. അയാളെ കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് അവളെ തലക്കിട്ടടിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി വന്നതാണ്. ഞാൻ കാരണമാണ് ഈ പാമ്പുകളെല്ലാം ഉണ്ടായത്. ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ആ പാമ്പുകൾ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ പാമ്പുകളെ ഞങ്ങൾ പിടിക്കാൻ നോക്കിയിട്ടൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഒരു ഓന്തുണ്ട്, ഒരു ഭീകരമായ ഓന്ത്. ആ ഓന്തിനെ പിടിച്ചില്ലെങ്കിൽ ഈ ലോകം മൊത്തം നശിപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവിടുന്ന് സിഗ്നൽ വെച്ച് നമുക്ക് ആ ഓന്തിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ തന്നെ ആ ഓന്തുള്ളതുപോലെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നീനിയെ കാണും. ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഓന്തുണ്ടോ എന്ന്. അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ഓന്തിനെ കാണിക്കും. ഈ കുഞ്ഞു ഓന്ത് എങ്ങനെയാണ് വലുതാകുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, ഈ കുഞ്ഞു ഓന്ത് പെട്ടെന്ന് തന്നെ വലുതാകും. ഈ ഓന്ത് ഇതുപോലെ തന്നെയായിരുന്നു ഈ പാമ്പ്. അന്ന് ചെറിയ പാമ്പായിരുന്നു, ഇപ്പോൾ വലുതായത് കണ്ടോ? ഈ പാമ്പിനെ എങ്ങനെയും നശിപ്പിക്കണം, അതുപോലെ തന്നെ ഈ ഓന്തിനെ നശിപ്പിക്കണം, അല്ലേ വലുതാകും എന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് സങ്കടമാകുകയാണ്. കുട്ടിയും ഓന്തിനെയും കുട്ടി ഹീറോ രക്ഷിക്കാനായി നോക്കുകയാണ്. ആ സമയം ചെറിയ പാമ്പുകൾ അവിടെ വരികയും അവിടെയുള്ളവരെ എല്ലാം കൊല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആ ഭീകരമായ ആ പാമ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. ആ പാമ്പിനെ കണ്ട് ഇവർ പേടിച്ച് പെട്ടെന്ന് തന്നെ റൂം ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് മാത്രം കയറാൻ പറ്റിയില്ല. ഇവർ അങ്ങോട്ടേക്ക് കതക് തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവർ തുറക്കുന്നില്ല. ഈ പാമ്പ് ഇവർ അടുത്തേക്ക് വരികയാണ്. ഹീറോയും നീനിയും സിജിയും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ഒരുവിധം അവരെ രക്ഷിക്കുവാനായി നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രായമുള്ള വ്യക്തി തീ കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആ തീ കാണിച്ച് പാമ്പിനെ ഓടിക്കുകയാണ്. ഓടിച്ചതിന് ശേഷം അവരെ ആ മുറിയിലേക്ക് കയറ്റുന്നു. എന്നാൽ ഇവർ അപ്പുറ സൈഡിലേക്ക് ഓടാൻ നോക്കിയപ്പോൾ അവിടെ ഈ പാമ്പുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പാമ്പും വലിയ പാമ്പും ചെറിയ പാമ്പുകളുമാണ്. ഇവർ രക്ഷപ്പെടാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. കുറേ പേരെ ഈ പാമ്പ് കൊന്നു. പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. പെട്ടെന്ന് ഈ പാമ്പുകൾക്കൊക്കെ വയലൻ്റായി മാറുകയാണ്. ആ സമയത്ത് തന്നെ നീനിയെ ഇരുന്ന ബാഗ് താഴേക്ക് വീഴുകയാണ്. ആ ബാഗിൽ നിന്ന് ആ ഓന്ത് വലുതായി വരികയും ആ പാമ്പിനെ കൊല്ലുകയും ചെയ്യുന്നു. നീനി ഇത് കാണുന്നുണ്ട്. നീനി അടുത്തേക്ക് ഓടി
ഓടി വന്ന് ഓന്തിനെ തൊടുകയാണ്. എന്നാൽ ഓന്ത് ഒന്നും ചെയ്യുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓന്ത് അവിടുന്ന് ചാടിപ്പോകുകയാണ്. എന്നാൽ അവിടെയുള്ള ചെറിയ പാമ്പുകളെല്ലാം വലിയ പാമ്പുകളായി മാറിയിരിക്കുകയാണ്. അവർ ഒരുവിധം ഓടിച്ചെന്നേക്കുകയാണ്. ഓടിച്ചെല്ലുമ്പോഴനുസരിച്ച് പാമ്പുകളുണ്ട്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ആ റിസർച്ച് ചെയ്യുന്ന ആ പുള്ളിയില്ലേ, അയാളാണെങ്കിൽ ആ ട്രെയിനിനെ വിഭജിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അത് പറ്റുന്നില്ല. അപ്പോൾ ഹീറോയും അവരുടെ മക്കളും എല്ലാവരും കൂടി ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറുകയാണ്. എന്നാൽ ആ പ്രായമായ വ്യക്തി അവരെ മാറ്റിയതിന് ശേഷം ആ ട്രെയിനിൽ തന്നെ ഒരു ബോംബ് സെറ്റാക്കുന്നു. അതിനുശേഷം ആ പാമ്പും അതിനുശേഷം ആ പ്രായമുള്ള വ്യക്തിയും മരിച്ചു പോകുന്നു. അവർ ആ ട്രെയിനിൽ തരുമ്പോൾ ആ ട്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളും അങ്ങോട്ടേക്ക് ഇളകിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ വിളിച്ച് അങ്ങോട്ടേക്ക് വലിച്ച് എറിയുകയാണ്. അതിനുശേഷം CG താഴേക്ക് വീഴാൻ പോകുമ്പോൾ ഹീറോ ഒരുവിധം മോളെ പിടിച്ച് അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഹീറോയും താഴേക്ക് പോവുകയാണ്. മക്കൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഒരുവിധം രക്ഷപ്പെട്ടു. അതിനുശേഷം അകത്തേക്ക് വരികയാണ്. ഇവിടെ വന്നിട്ട് ആ റിസർച്ച് ചെയ്യുന്ന ആ പുള്ളി അവരടിച്ച് ശരിയാക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡേവിഡിനെയാണ് കാണിക്കുന്നത്. ഡേവിഡ് പാമ്പുകളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ആ ഓന്തിനെ മാത്രം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഓന്തിന് ഇഷ്ടമുള്ള രീതിയിലാണ് ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ഓന്തിനെ എങ്ങനെയെങ്കിലും കയ്യിൽ നിർത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷേ ഓന്തിനെ എങ്ങനെ ആ പാമ്പിനെ കൊണ്ട് ഓന്തിനെ കൊല്ലണം. അതുമാത്രമല്ല എല്ലാവരെയും കൊല്ലുവാനായി ഡേവിഡ് തീരുമാനിക്കുന്നു. അത് ആ റിസർച്ചറിന് അറിയുന്നുണ്ട്. അയാൾ പേടിക്കുകയാണ്. അതിനുശേഷം അയാൾ ഇവരോട് തന്നെ പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, എല്ലാവരെയും ഇയാൾ കൊല്ലുമെന്ന്. അപ്പോൾ തന്നെ ഇയാൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇത് പറയുന്നത്. ഇവരെല്ലാം പേടിക്കുന്നുണ്ട്. എങ്ങനെയും ഈ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഈ പാമ്പ് നമ്മളെ എല്ലാം കൊല്ലുമെന്ന്. പെട്ടെന്ന് മണ്ടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നു. അത് ഭീമാകാരമായ ആ പാമ്പായിരുന്നു. ആ സൗണ്ട് കേട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അവർ ഒരുവിധം ഓടുവാൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോ മക്കളെ രക്ഷിക്കാനായി തൻ്റെ ജീവൻ കളയാൻ തീരുമാനിച്ച് ഹീറോ മണ്ടയ്ക്ക് കയറിയാണ്, ട്രെയിനിൻ്റെ മണ്ടയ്ക്ക്. അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ആ പാമ്പ് ആ ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് വരുമ്പോൾ ഒരു ഗുഹയിൽ വന്ന് ആ പാമ്പ് ഇടിക്കുകയാണ്. അതോടെ ആ പാമ്പ് ചത്തുപോകുന്നു. അതിനുശേഷം മക്കൾ ഓടി വന്ന് ഇറങ്ങുമ്പോൾ അച്ഛനെ കാണുന്നില്ല. അച്ഛൻ എന്ത് പറ്റുമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അച്ഛന് ഒന്നും പറ്റിയില്ലായിരുന്നു. അച്ഛൻ ഇറങ്ങി വരികയാണ് അവിടുന്ന്. അതിനുശേഷം അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവർ ആ ഫോൺ അന്വേഷിച്ച് പോകുകയാണ് ലാബിലേക്ക്. ഈ ലാബിൽ തന്നെയാണ് ഡേവിഡ് എക്സ്പെരിമെൻ്റ് നടത്തി ഈ പാമ്പുകളെല്ലാം ഉണ്ടാക്കിയത്. അങ്ങോട്ടേക്കാണ് ഇവർ വരുന്നതും. ആ സ്ഥലത്ത് തന്നെ ഡേവിഡിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ലാബിലേക്ക് കയറിയാണ്. അതിനുശേഷം ആ പാമ്പിനെ കൊല്ലുവാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ എങ്ങനെയും ഈ പാമ്പിനെ കൊല്ലുവണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇതേ സമയത്ത് അവിടെ ആ രാക്ഷസ പാമ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയും രാക്ഷസ പാമ്പിനെ കൊല്ലാൻ വന്നപ്പോൾ ഡേവിഡിൻ്റെ ആൾക്കാരെല്ലാം ഈ രാക്ഷസ പാമ്പുകൾ കൊല്ലുന്നുണ്ട്. അതിനുശേഷം നീനിയാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പോയി. എന്നാൽ ഫോണിൻ്റെ വയറാണെങ്കിൽ ഈ ഒരു പാമ്പിൻ്റെ സൈഡിലായിരുന്നു. ഈ പാമ്പിനെ കണ്ട് ഇവർ ഞെട്ടി. എങ്ങനെയും രക്ഷപ്പെടണം, അതിന് നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ പയ്യെ നടന്നു വരണമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നു. ആ സൗണ്ട് കേട്ട് പാമ്പ് അവളെ കടിക്കാനായിട്ട് ഓടിക്കുകയാണ്. അച്ഛൻ അവളെ രക്ഷിക്കാനായിട്ട് പാമ്പിനെ അടിക്കുമ്പോൾ ഡേവിഡ് വന്ന് എന്തോ ഒരു മരുന്ന് കൊണ്ട് ഇൻജക്ഷൻ ചെയ്യുന്നു. ആ മരുന്നിൻ്റെ ശക്തിയാൽ എന്നാൽ ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് പാമ്പിനെ പോലെ ആ ഒരു വ്യത്യാസമായ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. അതിനുശേഷം ഡേവിഡിൻ്റെ ആൾക്കാരെയെല്ലാം ഹീറോ കൊല്ലുകയാണ്. പക്ഷേ മക്കളെ മാത്രം ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. മക്കളെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുവാനായി ശ്രമിക്കുകയാണ്. അതിന് ഒരുവിധം ആ പാമ്പിനെ ഫൈറ്റ് ചെയ്ത് അവർ തിരിച്ചെത്തുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് എത്തുമ്പോഴോ എന്നാൽ ഡേവിഡും ആ പെണ്ണും കൂടി ആ നീനിയെയും സിനിയെയും കൊല്ലുവാനായി അങ്ങോട്ടേക്ക് പാമ്പിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ ആ പാമ്പ് കൊല്ലുന്നത് ആ ഡേവിഡിനെ ആ പെണ്ണിനെയുമായിരുന്നു. എന്നാൽ ഒരുവിധം അവർ രക്ഷപ്പെട്ടുവെങ്കിൽ അവരുടെ അടുത്തേക്ക് ഈ പാമ്പ് വരും. ആ സമയത്താണ് അവിടെ ആ ഓന്ത് വന്ന് ആ പാമ്പിനെ കടിച്ച് കൊല്ലുകയാണ്. എന്നാൽ ജിന്ന് വന്ന് അവിടെ വെടിവെക്കും. അവിടെ സ്ഫോടനം തന്നെ നടക്കുകയാണ്. എന്നാൽ ഓന്തും ചത്തുപോകുന്നു. ഓന്തിന് നല്ല പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. നിനിക്ക് സങ്കടമാകുന്നുണ്ട്. അതിനുശേഷം അവിടെ പട്ടാളക്കാർ വന്ന് അവർ രക്ഷിച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ അവർ പഴയതുപോലെയാകുകയാണ്. മക്കളെല്ലാം സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല. എല്ലാ അസുഖം മാറി മക്കളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്ന സീൻ കാണിച്ചാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.